26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. യുദ്ധം രൂക്ഷമാകാതിരിക്കാം വാസ്തവത്തിൽ. കാരണം അത് ട്രംപിന്റെ നിലപാടുകൾ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആക്രമണം നടത്തും എന്ന് പറഞ്ഞ് ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ഇറാന്റെ ഒരു ഈ ഹോർമസ് കടലിടുക്കിലൂടെ ചരക്ക് കടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവര് പിന്നെ ഈ നമ്മുടെ 14 കരാർ അനുസരിച്ച് 5ാമത്തെ കരാറാണല്ലോ ഹോർമസ് കടലിടുക്കിലൂടെ പിന്നെ ഇത് ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ചുള്ള അഗ്രിമെന്റ്. ആ അഗ്രിമെന്റ് അനുസരിച്ച് ഇറാനാണ് അതിന്റെ മുകളിലുള്ള ഒരു നിയന്ത്രണം. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ ചരക്ക് ഗതാഗതം നടക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പിന്നെ യഥാർത്ഥത്തിൽ ചരക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന ഹോർമസ് കടലിടുക്കിന്റെ പ്രധാനപ്പെട്ട നാവിക കവാടത്തില് പിന്നെ മൈനുകൾ വിതറിയിട്ടുണ്ട്. ആ മൈനുകൾ വിതറിയിട്ടുള്ളത് കൊണ്ട് അതുവഴി ഇപ്പൊ കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. അപ്പൊ അതിന് രണ്ട് വശവും, അതായത് ഇപ്പൊ ഇറാന്റെ കൂടിയിട്ട് ഈ കപ്പലുകൾ കടന്നു പോകണമെന്നാണ് ഇറാൻ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി ഒമാനെ സഹായിക്കുന്നതിന് വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും ഈ ഒമാന്റെ തീരത്ത് കൂടി കപ്പലുകളെ കടത്തിവിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇറാന്റെ നിയന്ത്രണം ഇല്ലാതാവും. ഈ ഹോർമസ് കടലിടുക്കിന്റെ മുകളിലുള്ള നിയന്ത്രണം ഇല്ലാതാവും. അതൊരിക്കലും അനുവദിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒമാന്റെ തീരത്തോടു കൂടി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അതാണ് ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം. അത് ഇറാന്റെ ഭാഗത്ത് എപ്പോഴും നിലകൊള്ളണം എന്നുള്ളത് അവരുടെ ഒരു പ്രതിരോധ തന്ത്രം കൂടിയല്ലേ? അവരുടെ ആവശ്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം അമേരിക്കയെ പോലുള്ള രാജ്യവുമായിട്ട് ആക്രമണം നടക്കുമ്പോൾ ഈ ഇറാന്റെ കയ്യിൽ വേറെ എന്തോ ഉള്ളത്. ഇറാന്റെ ആകെ കൂടിയുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഹോർമസ് കടലിടുക്കാണ്. അപ്പൊ ആ ഹോർമസ് കടലിടുക്കിലുള്ള നിയന്ത്രണം കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ പിന്നെ ഒന്നുമില്ല. അപ്പൊ അതാണ് പ്രശ്നം. അതുകൊണ്ട് അഥവാ ഈ അമേരിക്ക ആക്രമണം നടത്തി ഇപ്പൊ 80ഓളം ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് അവർ പറയുന്നത്. മനസ്സിലല്ലേ ഈ അമേരിക്ക ആക്രമണം നടത്തിയത്? അപ്പൊ അമേരിക്ക 80 800 തലത്തേക്ക് ആക്രമണം നടത്തിയാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞങ്ങൾ അവരെ എത്ര വേണമെങ്കിലും ആക്രമിച്ചോട്ടെ, പക്ഷെ ഇറാന്റെ ഈ ഹോർമസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് അവർ പറയുന്നത്, IRGC പറയുന്നതിന്റെ കാരണം ഇതാണ്. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ഈ യുദ്ധത്തിൽ വാസ്തവത്തിൽ തന്ത്രപരമായി അമേരിക്ക പരാജയപ്പെട്ടു. അങ്ങനെ അമേരിക്ക പരാജയപ്പെട്ട് നിൽക്കുകയാണെന്ന് ലോകത്തെ മുഴുവൻ ആളുകളും, അമേരിക്കക്കാരും ലോകം മുഴുവൻ പറയുന്ന സാഹചര്യത്തിൽ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിജയം നേടേണ്ടത് ട്രംപിന്റെ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ പിന്നെ ഇവർ ആക്രമിക്കാൻ തയ്യാറാവുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഇറാൻ ഈ തരത്തിൽ ആക്രമിച്ചാൽ അത് ഒമാന്റെ തീരത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകളാണെങ്കിലും ആ കപ്പലുകളുടെ സഞ്ചാരം നിലയ്ക്കും. കാരണം ഈ കപ്പലുകൾക്കെല്ലാം ഇൻഷുറൻസ് തുക നശിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക ഒരു വലിയ പ്രശ്നമാണ്. ആ ഇൻഷുറൻസ് തുക പിന്നെ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാവത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കപ്പൽ ഗതാഗതം വീണ്ടും നിലയ്ക്കും. അപ്പൊ അതിന് അങ്ങനെ നിലയ്ക്കാൻ പാടില്ല. ഇനി അങ്ങനെ നിലച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ യുദ്ധ സാഹചര്യം ഉണ്ടാകുകയും എണ്ണകൾക്ക് വില കൂടുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ആക്രമണത്തിലൂടെ ഇവരെ തടയാൻ ശ്രമിക്കുമെന്ന് നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇറാൻ വഴങ്ങുന്നില്ല എങ്കിൽ അമേരിക്ക വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സാർ, ഇനിയിപ്പോ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇനി മറുഭാഗത്ത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപിപ്പിക്കുന്നതും തലവേദന സൃഷ്ടിക്കുന്നതും ഇസ്രായേലിന്റെ നിലപാടും ഇസ്രായേലിന്റെ ആക്രമണങ്ങളുമാണ്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കാറ്റ്സ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അത് ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല, ലെബനനിൽ തങ്ങൾ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത് തങ്ങൾ തന്നെ തീരുമാനിക്കും. തങ്ങളുടെ സുരക്ഷാ പ്രശ്നമാണ്, അത് തീരുമാനിക്കാനുള്ള അധികാരം അത് തങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ നിലപാടും ഈ യുദ്ധത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. അല്ല, ഇസ്രായേൽ വാസ്തവത്തിൽ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഈ കാര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഈ കരാറിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കരാറിൽ പാലിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഇറാനിൽ ആക്രമണം നടത്താനോ ലെബനനിൽ ആക്രമണം നടത്താനോ അവർക്ക് പറ്റും. നിലവിൽ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഈ വെടിനിർത്തൽ കരാർ പാലിക്കാതിരിക്കുന്നതിൽ ബിരുദന്മാരാണ് ഈ പിന്നെ ഇസ്രായേൽ നമുക്കറിയില്ല. കാരണം ഗാസയിൽ എത്രയോ നാളായിട്ട് വെടിനിർത്തലുണ്ട്. ഗാസയിൽ ഇന്നലെ ആളുകളെ കൊന്നു. യുദ്ധത്തിലെ വില്ലന്മാരെന്ന രീതിയിൽ ഇസ്രായേലിനെ പരാമർശിച്ചതല്ലേ? ഈ വില്ലന്മാർ തന്നെയാണ്. കാരണം ഈ വില്ലന്മാരെന്ന് പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ഇറാൻ പിന്നെ ഇസ്രായേലിനെ ആക്രമിച്ചോ ഫെബ്രുവരി 27 തീയതി? ഇല്ല. ഇറാൻ അമേരിക്കയെ ആക്രമിച്ചില്ല.
എന്ന് മാത്രമല്ല 2025 ജൂൺ മാസം 22 പിന്നെ B2 ബോംബറുകൾ, അമേരിക്കയുടെ B2 ബോംബറുകൾ വന്ന് പിന്നെ ഇറാനിൽ ആക്രമണം നടത്തി. ഇറാനിൽ നദാൻസ് ഫോർദോ എന്നൊക്കെ പറയുന്ന ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നമ്മളോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇറാന്റെ ആണവശേഷിയെ പരിപൂർണമായും തുടച്ചു നീക്കി, ഓബ്ലിറ്ററേറ്റഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഇനി ഇറാനിൽ ആണവശക്തി ഇല്ലല്ലോ, ആണവശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇറാൻ ആണവശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കി പിന്നെ ഈ ആണവ വെല്ലുവിളി ഇല്ലല്ലോ. ഇവര് പറയുന്നത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഇറാന്റെ ആണവ പദ്ധതിയാണ് വെല്ലുവിളി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക വന്ന് ഇടപെട്ട് ഇതിനെ ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ പിന്നെന്തിനാ പിന്നെ യുദ്ധം നടത്തുന്നത്? ഇറാൻ ആക്രമിച്ചില്ലല്ലോ, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല, ഇറാൻ അമേരിക്കയെ ആക്രമിച്ചില്ല. അങ്ങനെ ആക്രമിക്കാതിരിക്കെ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഫെബ്രുവരി 28 ആക്രമണം നടത്തിയത്. അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹോർമസ് കടലിൽ തുറന്നെടുക്കുകയാണ്, സ്വതന്ത്രമായി കപ്പൽ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഇപ്പൊ അവസാനം വെടിനിർത്തൽക്കാരാൽ എത്തിച്ചേർന്ന എന്ത് കണ്ടീഷൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഹോർമസ് കടലിടുക്ക് തുറക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് നേടി യുദ്ധത്തിൽ? അവർ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ ഭരണകൂടത്തെ മാറ്റും, ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കണം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ ഇറാൻ ഹമാസ്, ഹൂതി, ഹെസ്ബുള്ള മുതലായ ആളുകൾക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കണം. ഈ 4 ചിത്രത്തിലില്ല. പെട്ടെന്ന് അവർ പറഞ്ഞ എന്താ, നിങ്ങൾ ഹോർമസ് കടലിടുക്ക് തുറക്കുക, അങ്ങനെ ഹോർമസ് കടലിടുക്ക് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ഈ മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ ഞങ്ങൾ മോചിപ്പിക്കും. ഇങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിനാ യുദ്ധം തുടങ്ങിയത്, എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇല്ലീഗൽ യുദ്ധം, നിയമവിരുദ്ധമായ യുദ്ധമാണ് നടത്തിയത്. ആ യുദ്ധത്തിലൂടെ എന്തുണ്ടായി? ലോക സമ്പദ് വ്യവസ്ഥയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നിലപാട് പോയി. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ യുദ്ധത്തിൽ തന്ത്രപരമായി ടാക്ടിക്കലി അമേരിക്കയും ഇസ്രായേലും വിജയിച്ചു. ടാക്ടിക്കലി വിജയിച്ചു എന്ന് പറഞ്ഞാൽ സൈനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ മുഴുവൻ മുച്ചൂടും തകർക്കുന്നതിൽ അവർ വിജയിച്ചു. അതേസമയം അവർക്ക് രാഷ്ട്രീയമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായ വിജയം ഉണ്ടായില്ല, തന്ത്രപരമായി അവർ പരാജയപ്പെട്ടു. കാരണം എന്താണ്? യുദ്ധം തുടങ്ങിയതോട് കൂടിയിട്ട് ഇറാൻ എന്ത് ചെയ്തു? ഹോർമസ് കടലിടുക്കിനെ ഒരു ആയുധമായി, സാമ്പത്തിക ആയുധമായി ഉപയോഗിച്ചു. അതോടുകൂടിയിട്ട് ലോക സമ്പദ് വ്യവസ്ഥ നിലച്ചു. അപ്പൊ അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ അമേരിക്ക ഈ യുദ്ധം വരുത്തും. കാരണം ഇവര് സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ ഒരു ബോംബെങ്കിലും ഉള്ള കാലത്തോളം ഹോർമസ് കടലിടുക്കിലൂടെ ഇങ്ങനെ സ്വതന്ത്രമായ, അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ സ്വതന്ത്രമായ ചരക്ക് ഗതാഗതം നടത്താൻ അവർ അനുവദിക്കത്തില്ല. അതാണ് എന്റെ അവരുടെ മുമ്പിലുള്ള ഏക പിടിവള്ളി എന്ന് പറഞ്ഞാൽ അതാണ്. സാർ, ചുരുക്കത്തിൽ യുദ്ധലക്ഷ്യങ്ങളൊന്നും കണ്ടിട്ടുമില്ല, മറിച്ച് ലോക സമാധാനത്തിന് വലിയ കെടുതിയായി ഈ യുദ്ധം മാറും എന്നുള്ള സൂചനയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു നിരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി സാർ, വളരെ നന്ദി പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.